പിഗ്മെൻറ്റേഷൻ്റെ ഒരു ടോപ്പിക്കാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഫേസ് പിഗ്മെൻറ്റേഷൻ ഉള്ളവർ, അതായത് ഡാർക്കായിട്ട് പിഗ്മെൻറ്റേഷൻ ഉള്ളവർ, സൺ ടാൻ അല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്, ഡാർക്കായിട്ട് പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്ക് ഒരു ഹെൽപ്ഫുൾ വീഡിയോ ആണ്. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ വീഡിയോ മിസ് ചെയ്യാതെ കണ്ടോളൂ. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഈ വീഡിയോ ഫുള്ള്. അപ്പോൾ എന്തൊക്കെ ഫുഡാണ് അതിന് ഹെൽപ്പ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ചിലവർക്ക് നമ്മുടെ ഫുൾ ബോഡിയൊക്കെ നല്ല കളർ ഉണ്ടായിരിക്കും, പക്ഷെ നമ്മുടെ ഫേസിൽ മാത്രം ഭയങ്കര പിഗ്മെൻറ്റേഷൻ എന്തൊക്കെ ചെയ്തിട്ടും അത് മാറുന്നില്ലെങ്കിൽ നിങ്ങൾ ആദ്യം ഈ പാർലറിൽ പോയി ബ്ലീച്ചൊക്കെ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക. നമ്മൾ സെൽഫായിട്ടുള്ള ബ്ലീച്ചിങ്ങും സ്റ്റോപ്പ് ചെയ്യുക. ബ്ലീച്ചൊക്കെ ചെയ്യുമ്പോൾ ഒന്നുകൂടെ നിങ്ങളുടെ ഫേസിൽ പിഗ്മെൻറ്റേഷൻ കൂടാനേ ചാൻസ് ഉള്ളൂ, ഒന്നുകൂടെ നമ്മുടെ ബ്ലാക്കായിട്ട് എടുത്ത് കാണിക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യുക. സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. അതേപോലെ വൈറ്റനിങ് എന്നുള്ള പ്രൊഡക്റ്റ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യുക. വൈറ്റനിങ് ഉള്ള പ്രൊഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. നമ്മുടെ ഫുഡിൽ നിന്ന് തന്നെ ആദ്യം അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക. ചിലവർക്ക് ഈ പാല് കുടിക്കുന്ന ഒരു ശീലമുണ്ട്, അത് ഒന്ന് ഡ്രോപ്പ് ചെയ്യുക. ഇല്ലെങ്കിൽ ഒരു ഹാഫ് ഗ്ലാസ് പാലെടുത്ത് അതിനകത്ത് നിറയെ വെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചിട്ട് മാത്രമേ ആ പാല് കുടിക്കാവൂ. പാല് കുടിക്കുമ്പോൾ നിങ്ങളൊരു ഇത്തിരി ടെർമറിക് കൂടെ അതിനകത്ത് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ആ പാല് കുടിക്കുക. മോർണിംഗ് നമുക്കൊരു ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ ഒരു ഓറഞ്ച് ജ്യൂസ് അല്ലെങ്കിൽ ഒരു ക്യാരറ്റ് ജ്യൂസ് ഇതെന്തെങ്കിലും നമുക്ക് ഉൾപ്പെടുത്താം. കാരണം വൈറ്റമിൻ സി ആണ് ലെമൺ ആൻഡ് ഓറഞ്ച് ഒക്കെ. അത് നമ്മുടെ സ്കിന്ന് കുറച്ച് ലൈറ്റിനാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്തും, അതേപോലെ സൺ ഡാമേജ് ആയിട്ട് ഉള്ള ഇതുണ്ടല്ലോ, സൺ ടാൻ ഡാമേജ് ആയിട്ട് വരുന്നതിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ക്യാരറ്റ് ഹെൽപ്പ് ചെയ്യും. ഇത് റോ ആയിട്ടോ അല്ലെങ്കിൽ ഇത് ജ്യൂസായിട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോട് ഉൾപ്പെടുത്താം. അതേപോലെ തന്നെ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തേണ്ടത് സ്പീനച്ചിന്ന് അയൺ ആണ്. അയൺ കൂടാതെ തന്നെ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. സോ ഇത് നമ്മുടെ സ്കിന്നിനെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതും നിങ്ങൾ നിങ്ങളുടെ ഫുഡിൽ ഒരു നേരം ഉൾപ്പെടുത്തുക. അതേപോലെ തന്നെ ആൽമണ്ട്സ് വൈറ്റമിൻ ഇ ആൻഡ് സ്കിൻ റിപ്പയർ ആൻഡ് ഗ്ലോയിങ് നമുക്ക് തരുന്ന ഒരു നട്ട്സാണ്. ഇത് ഡെയിലി ഒരു 5 നമ്മൾ സോക്ക് ചെയ്തിട്ട് അത് ഡെയിലി എടുക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ പപ്പായ നമ്മുടെ സ്കിന്നിന് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. അപ്പം ഡെയിലി ഒരു 1 സ്മോൾ ബൗള് പപ്പായ കഴിക്കുന്നത് നല്ലതാണ്. ജ്യൂസ് വേണ്ട, റോ ആയിട്ട് കഴിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ ജ്യൂസ് ആണെങ്കിൽ അതിനകത്ത് ഷുഗറൊന്നും ആഡ് ചെയ്യാതെ കഴിക്കുക. സോ പിന്നെ അതുപോലെ തന്നെ വെള്ളം, വാട്ടർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതുകൊണ്ട് ഒരു 2 ലിറ്റേഴ്സ് വാട്ടർ നമ്മൾ എന്തായാലും കുടിച്ചിരിക്കണം. നിങ്ങളപ്പോൾ ഇങ്ങനെ പ്രോബ്ലമുള്ളവർ ഈ പറഞ്ഞ ഫുഡൊന്ന് നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക. അതേപോലെ തന്നെ സൺസ്ക്രീൻ മസ്റ്റ് ആയിരിക്കണം. 4 hours കൂടുമ്പോൾ നമ്മുടെ ഫേസ് വാഷ് ചെയ്തിട്ട് നല്ലൊരു സൺസ്ക്രീൻ നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഞാൻ സൺസ്ക്രീൻ നെയിമൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ പേഴ്സണലി അയച്ചു തരാം. സോ അപ്പം അടുത്തൊരു വീഡിയോ ബൈ.